ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് വ്ലോഗ്. ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് ബനാന കബാബാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അപ്പം ഇതിൻ്റെ മേളിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഹണി ഒഴിച്ച് കഴിക്കാം, അല്ലെങ്കിൽ ഉള്ളിയോ മല്ലിയിലോ ഇട്ടിട്ട് നിങ്ങൾക്കിത് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസൊക്കെ അയയ്ക്കുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഞാൻ 3 ഏത്തക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പുഴുങ്ങിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് ഈ പാത്രത്തിലോട്ട് ആദ്യം ഇട്ട് കൊടുക്കാം, തൊലി കളഞ്ഞിട്ട്. അപ്പം നല്ലവണ്ണം പഴുത്ത ഏത്തക്കയാണെങ്കിൽ നിങ്ങൾ പുഴുങ്ങിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പഴുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പുഴുങ്ങിയെടുത്തത് കേട്ടോ. ഞാൻ 3 തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ നല്ലവണ്ണം സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് ഞാൻ കേട്ടോ. കാരണം നല്ല പഴുത്ത ഏത്തക്കയാണെങ്കിൽ നിങ്ങൾ മധുരം കുറച്ചിട്ട് കൊടുത്താൽ ഇത് കുറച്ച് മധുരം കുറവാണ്, അതുകൊണ്ടാണ് 4 സ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തത്. അതിൻ്റെ കൂടെ 1/2 സ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. 2 പിടി തേങ്ങ. നമുക്ക് ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 1/2 സ്പൂണ് നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഒഴിച്ചാൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വേറൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 കപ്പ് മൈദ, 2 ബ്രെഡ് എടുത്ത് പൊടിച്ചെടുത്തതാണ് കേട്ടോ. 2 എണ്ണം മതി. അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി വേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, കുറച്ച് ഉപ്പ്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് ചപ്പാത്തിയുടെ മാവ് കുഴയ്ക്കുന്നില്ല അതേ രീതിയിലൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ബ്രെഡ് ചേർത്താൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, അതുകൊണ്ടാണ് ഞാൻ ബ്രെഡ് ചേർത്തത്. കുഴച്ചെടുത്തിട്ടുണ്ട്. ചപ്പാത്തിയുടെ മാവില്ലേ അതേ രീതി, ചപ്പാത്തി കുഴയ്ക്കുന്ന മാവിൻ്റെ പരുവത്തിലാണ് ഞാൻ കുഴച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ചപ്പാത്തി വലിപ്പത്തിൽ ചെറിയ ഉരുളകളായിട്ട് കയ്യിലൊന്ന് ഉരുട്ടിയ ശേഷം ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിക്സിങ് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഇത് നന്നായിട്ട് അടച്ച് മാവ് കൊണ്ട് അടയ്ക്കുക. എന്നിട്ട് ഇതേപോലെ ഉരുളകളായിട്ട് വയ്ക്കുക. എന്തെളുപ്പത്തിൽ നമ്മൾ ഇതുണ്ടാക്കിയെടുത്തത്. വളരെ പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് ഇത് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അപ്പം എല്ലാം റെഡിയാക്കിയെടുത്ത് ഇനി നമുക്ക് ബനാന കബാബ് എങ്ങനെ തയ്യാറാക്കിയെടുക്കും നോക്കാം. ഇത് നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് എണ്ണ കുറവുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ബനാന കബാബ് റെഡിയായിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. അത് നോക്കിക്കേ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് ഇരിപ്പുണ്ട്. 5 മിനിറ്റ് നിങ്ങൾക്കിത് ഉണ്ടാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. നല്ല പഴുത്ത ഏത്തക്ക ഉണ്ടെങ്കിൽ. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻസ് ഒക്കെ ചെയ്യുക. അപ്പോൾ ഇനി ഞാൻ വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബായ്.